ഹലോ ഹായ്, ഇത് ലാസ്റ്റ് വീഡിയോയുടെ ബാക്കി ഭാഗമാണ്. ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്ത കാര്യമൊക്കെയാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു അൺഫർണിഷ്ഡ് വീട്ടിലോട്ടാണ് മാറിയത്. അപ്പോൾ ഞങ്ങൾ ഫർണിച്ചേഴ്സും ഒക്കെ വാങ്ങാനായിട്ട് സെയിൻറ്റ് പീറ്റേഴ്സ് ഹോസ്പൈസും ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷനും ഒക്കെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒന്ന് പോയായിരുന്നു. അവിടെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷനിൽ ചെന്നപ്പോൾ നല്ല ഫർണിച്ചേഴ്സിനൊക്കെ നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു. നല്ല വുഡൻ ഫർണിച്ചേഴ്സ്, നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സാണ്. പിന്നെ അവർക്ക് ഡെലിവറി സർവീസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് പിന്നെ പുതിയ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അത് കുറച്ച് നേരം നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അവിടുത്തെ ഷോപ്പിംഗ് മോളിലൊക്കെ കയറി. അപ്പോൾ കുറേ ഷോപ്സിലെല്ലാം കയറി നമുക്ക് വേണ്ട കുറച്ച് സെൻറ്റഡ് ക്യാൻഡിലും ഒക്കെ വാങ്ങി. പിന്നെ കുറച്ചുകൂടെ ഷോപ്സിലൊക്കെ ഒന്ന് കയറി. പിന്നെ ഞങ്ങൾ പയ്യെ പുറത്തിറങ്ങി നോക്കിയപ്പം ഭയങ്കര വെയിൽ. അപ്പോൾ ഇവിടെ വെയിലധികം കാണാത്തതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കുറേ നേരം വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് അന്നത്തെ കുറേ നടപ്പിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ ദിവസം അങ്ങ് എൻഡപ്പ് ചെയ്യാം, എന്നിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീടെത്തി. നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ഷോപ്പിംഗ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫാമിലി ഷോപ്പിംഗ് ആയിരുന്നു. ഞങ്ങൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്തൊരു ഡിസൈനർ ഔട്ട്ലെറ്റിലോട്ടാണ് ഞങ്ങൾ പോയത്. ഡിസൈനർ ഔട്ട്ലെറ്റ്സിലാകുമ്പോൾ ബ്രാൻഡഡ് ഡ്രസ്സസും ഒക്കെ നമുക്ക് ഔട്ട്ലെറ്റ് പ്രൈസിൽ കിട്ടും. പിന്നെ സമ്മറിലേക്ക് തുടങ്ങുന്ന കാരണം കഴിഞ്ഞ വിൻ്ററിൻ്റെ ക്ലോത്ത്സൊക്കെ നമുക്ക് ഓഫർ പ്രൈസിലൊക്കെ കിട്ടും. അവിടെ ഔട്ട്ലെറ്റ് പ്രൈസിൻ്റെ കൂടെ ഓഫർ പ്രൈസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ജാക്കറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം. ബ്രാൻഡഡ് ക്ലോത്ത്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുറേ നേരം ഓരോ കടകളിലെല്ലാം കയറി ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ജാക്കറ്റ്സും ഡ്രസ്സും ഒക്കെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം വാങ്ങി എല്ലാവരും നല്ലോണം ഷോപ്പ് ചെയ്ത് തിരിച്ച് പോരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ ഒരു വോൾ ഡേ അങ്ങനെ അങ്ങ് തീർന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബേബിയുമായിട്ടുള്ള ഫസ്റ്റ് ലോങ് ഡേ ആണ്, ബേബിയുടെ ഫസ്റ്റ് ഔട്ടിങ്ങും ആണെന്ന് ഞങ്ങൾക്ക് വേണേൽ പറയാം. പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ബേബി. ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് തന്നെ ഇരുന്നു, ഉറങ്ങുകയൊന്നും ചെയ്തില്ല, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. നല്ല സ്മാർട്ട് ബോയ് ആയിട്ട് ഞങ്ങളുടെ ഡേ എൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ ചോക്ലേറ്റ്സൊക്കെ ലിൻഡിനിൽ ഓഫറിൽ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ടാറ്റ പറഞ്ഞു. അങ്ങനെ ബായ് ബായ്, ഈ ദിവസം എൻഡ് ചെയ്യുന്നു. ബായ്.